Hi students, we have been discussing different solvency ratios, and in the last class we have covered debt equity ratio. There are long term debt equity ratio and total debt equity ratio. Generally debt equity ratio denotes long term debt equity ratio, that is long term debt divided by equity. Okay, so we are moving to the next item, that is the next solvency ratio is proprietary ratio. Proprietary ratio is also called equity ratio because it is the ratio of proprietors fund and total assets. ടോട്ടൽ അസറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൊപ്രൈറ്റേഴ്സിൻ്റെ ഫണ്ട് എന്താണോ, ഓണറുടെ ഫണ്ട് എന്താണോ, ഇതിനെയാണ് നമ്മളെ ഓണർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും അതുപോലെ തന്നെ ടോട്ടൽ അസറ്റും തമ്മിലുള്ള റേഷ്യോ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് നെറ്റ് വർത്ത് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ. നെറ്റ് വർത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നെറ്റ് അസറ്റാണ്. ആക്ച്വലി നെറ്റ് അസറ്റ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റലാണ്, അസറ്റ് മൈനസ് ലയബിലിറ്റി ക്യാപിറ്റലാണ്. നമ്മൾ കൺസിഡർ ചെയ്യുക ഓണേഴ്സ് ഫണ്ട് തന്നെയാണ്. So the equation is proprietary ratio is equal to shareholders fund divided by total assets. Okay, shareholders fund എന്താണെന്ന് നമുക്കറിയാം. shareholders fund means equity share capital, preference share capital, reserves and surplus. ഓക്കെ, റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുമ്പോൾ ആ സർപ്ലസിൽ എന്തൊക്കെ വരും? എല്ലാ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റുകളും വരും, മൈനസ് അക്യൂമുലേറ്റഡ് ലോസസ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പ്രിലിമിനറി എക്സ്പെൻസ് ലെസ് ചെയ്തു, കാരണം ഇറ്റ് ഈസ് ആൻ അക്യൂമുലേറ്റഡ് ലോസ്. ഓക്കെ, അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. സിംപ്ലി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഓക്കെ, ടോട്ടൽ അസറ്റ് ഇൻക്ലൂഡ്സ്, ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? It includes both fixed assets and current assets. Okay, then we are given an example. Fixed asset 4 lakhs, current asset 1,40,000, investment 1,60,000. Okay, then next equity share capital 2 lakhs, preference share capital 1,30,000, reserves and surplus 90. Find proprietary ratio. Okay, proprietary ratio is calculated using the equation shareholders fund divided by total assets. shareholders ഫണ്ടിൽ ഏതൊക്കെ ഐറ്റംസ് വരും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഓക്കെ, ഇത്ര ഐറ്റംസ് വരും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ. കാരണം ഇത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടോട്ടൽ അസറ്റ്സ്. ഏതൊക്കെയാണ് അസറ്റുകൾ ഇവിടെ തന്നിരിക്കുന്നത്? ഫിക്സഡ് അസറ്റ് ഒരു അസറ്റാണ്, കറണ്ട് അസറ്റ് അസറ്റാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ അസറ്റ്സ് ആയിട്ട് ടോട്ടൽ എത്ര ഉണ്ടാവും? 4 lakhs പ്ലസ് 1,40,000 പ്ലസ് 1,60,000 ഈസ് ഈക്വൽ ടു 7 lakhs. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ പറഞ്ഞു 4,20,000. സോ 4,20,000 ഡിവൈഡഡ് ബൈ 7 lakhs ഇസ് ഈക്വൽ ടു 0.6. ഓക്കെ, അപ്പോൾ 0.6 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടായി, പ്രൊപ്രൈറ്ററി റേഷ്യോ ആയിട്ട് വരിക. ഓക്കെ, ദെൻ അനദർ എക്സാമ്പിൾ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 30,000, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 40,000, ജനറൽ റിസർവ് 10,000, ഫിക്സഡ് അസറ്റ് 1,50,000, കറണ്ട് അസറ്റ് 10,000. കാൽക്കുലേറ്റ് പ്രൊപ്രൈറ്ററി റേഷ്യോ. പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഏതൊക്കെ ഐറ്റംസ് ഉണ്ടാവും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ജനറൽ റിസർവ്. ഓക്കെ, ദെൻ ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 3 ഐറ്റമാണ് നമ്മുടെ എന്തായിട്ട് വരിക? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടായിട്ട് വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയുണ്ട്? ഫിക്സഡ് അസറ്റ് 1,50,000, കറണ്ട് അസറ്റ് 10,000, 1,60,000. സോ ദ റിസൾട്ട് ഈസ് 80,000 ഡിവൈഡ് ബൈ 1,60,000 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 0.50. റേഷ്യോ പറയുമ്പോൾ 0.50 ഡിവൈഡ് ഈസ് ടു 1. 0.50 ഈസ് ടു 1 ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് പ്രൊപ്രൈറ്ററി റേഷ്യോ. ഫിക്സഡ് അസറ്റ് 2 lakhs, current asset 40,000, investment 2 lakhs, equity share capital 4 lakhs, preference share capital 50,000, reserves and surplus 60,000. Find the proprietary ratio. The equation is
ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഏതൊക്കെ ഉണ്ടാവും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്. ടോട്ടൽ അസറ്റിൽ ഏതൊക്കെ ഉണ്ടാവും? ഫിക്സഡ് അസറ്റ്സ്, കറണ്ട് അസറ്റ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. ആൻസർ മാത്രം ജസ്റ്റ് എന്താണോ ആ റേഷ്യോ മാത്രം ഒന്ന് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിന് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെയൊക്കെ നോട്ട് അവസാനം ഒറ്റ PDF ആയിട്ട് ഞാൻ ആവശ്യപ്പെടും. അപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ തന്നെ എഴുതി സൂക്ഷിക്കുക. ജസ്റ്റ് ആൻസർ മാത്രം ഒന്ന് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ അനദർ ക്വസ്റ്റ്യൻ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 4000, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 8000, ജനറൽ റിസർവ് 2000, ഫിക്സഡ് അസറ്റ് 18,000, കറണ്ട് അസറ്റ് 6,000. കാൽക്കുലേറ്റ് പ്രൊപ്രൈറ്ററി റേഷ്യോ. ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്താണെന്ന് എപ്പോഴും പഠിച്ചു വെക്കുക. ഇക്വിറ്റി, പ്രിഫറൻസ്, റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഓക്കെ, ടോട്ടൽ അസറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ എടുക്കും അല്ലേ? ജസ്റ്റ് പ്രൊപ്രൈറ്ററി റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും കൺസിഡർ ചെയ്യുന്നതാണ് ടോട്ടൽ അസറ്റ്. നെക്സ്റ്റ്, പ്രൊപ്രൈറ്ററി റേഷ്യോ പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന ഒരു ഐറ്റമാണ് സോൾവൻസി റേഷ്യോ. നമ്മുടെ മെയിൻ റേഷ്യോയിൻ്റെ ഹെഡിങ്ങും സോൾവൻസി റേഷ്യോ തന്നെയാണ്. അപ്പോൾ സോൾവൻസി റേഷ്യോയിൻ്റെ താഴെ ലോങ് ടേം സോൾവൻസി റേഷ്യോ എന്ന് പറയുന്ന ഒരു റേഷ്യോ കൂടിയുണ്ട്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് total liabilities to total assets. Okay, it is the total liability, outside liability to total asset ratio. Here we consider total outside liabilities divided by total assets. Outside liabilities നെ നമ്മൾ വിളിക്കുന്ന പേര് ഡെറ്റ് എന്നാണ്. ഔട്ട്സൈഡ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡെറ്റ്. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ ഡെറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ടോട്ടൽ ഡെറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു സോൾവൻസി റേഷ്യോ. നമ്മൾ ഒരു ടോട്ടൽ അസറ്റ് ഇപ്പോൾ 10 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 10 ലക്ഷം രൂപയുടെ ടോട്ടൽ അസറ്റ് ഉണ്ടാകുമ്പോൾ സമയം, ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് എഴുതുകയാണ്, ടോട്ടൽ അസറ്റ് 10 ലക്ഷം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അസറ്റ് സൈഡാണ് 10 ലക്ഷം. ലയബിലിറ്റി സൈഡിൽ 2 പാർട്ട് ഉണ്ടാവുമല്ലോ. ഒരു പാർട്ട് ഏതാണ്? ഇക്വിറ്റി പാർട്ട്. ഒരു പാർട്ട് ഏതാണ്? ഡെറ്റ് പാർട്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ അസറ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് ഡിനോട്ട് ചെയ്തത്. ഓക്കെ, ഈ ടോട്ടൽ അസറ്റും ഡെറ്റും തമ്മിലുള്ള റേഷ്യോനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സോൾവൻസി റേഷ്യോ. ഓക്കെ, ദെൻ ഹിയർ സോൾവൻസി റേഷ്യോ ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രൊപ്രൈറ്ററി റേഷ്യോ. ഓക്കെ, 1 മൈനസ് പ്രൊപ്രൈറ്ററി റേഷ്യോ. സോ സോൾവൻസി റേഷ്യോ ഈസ് ഈക്വൽ ടു അല്ലേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊപ്രൈറ്ററി റേഷ്യോ 30% ആണെങ്കിൽ സോൾവൻസി റേഷ്യോ 70%. ഓക്കെ, അപ്പോൾ സോൾവൻസി റേഷ്യോ ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രൊപ്രൈറ്ററി റേഷ്യോ. അപ്പോൾ 60% ആണ് പ്രൊപ്രൈറ്ററി റേഷ്യോ എങ്കിൽ സോൾവൻസി റേഷ്യോ ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.60. 60%നെ നമ്മൾ 0.60 എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഈസ് ഈക്വൽ ടു 0.40. അപ്പോൾ 0.40 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. അപ്പോൾ proprietary ratio is equal to 1 minus solvency ratio is equal to 1 minus proprietary ratio. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ പറയാം, സോൾവൻസി റേഷ്യോ പ്ലസ് പ്രൊപ്രൈറ്ററി റേഷ്യോ ഈസ് ഈക്വൽ ടു 100%. ഒന്ന് 40% ആണെങ്കിൽ ഒന്ന് 60% ആവും. അതുകൊണ്ട് തന്നെ ടോട്ടൽ 100% ആവും, അല്ലെങ്കിൽ 1 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒരു ചെറിയ എക്സാമ്പിൾ. സോൾവൻസി റേഷ്യോ, ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്. ടോട്ടൽ അസറ്റ് കിട്ടി, എത്രയാണ്? 3 lakhs തന്നിട്ടുണ്ട്. Then equity capital, preference capital, debenture, reserves and surplus. Find solvency ratio. ഇവിടെ സോൾവൻസി റേഷ്യോ കാണുന്ന ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡെറ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്സൈഡ് ഡെറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. ഇവിടെ ഔട്ട്സൈഡ് ലാബിലിറ്റി ഏത് മാത്രമേ ഉള്ളൂ? ഡിബഞ്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിബഞ്ചേഴ്സ് 1 lakh ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് തന്നിട്ടുണ്ട് 3 lakhs. 1 lakh ഡിവൈഡ് ബൈ 3 lakhs into 100, 33.33%. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 0.33 അല്ലേ, 33.33 എന്ന് പറയുമ്പോൾ 0.33:1 എന്ന് എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 33.33%. ഇവിടെ പ്രൊപ്രൈറ്ററി റേഷ്യോ എത്രയാണ് വരിക? പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള എമൗണ്ടുകളാണ്, അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി 1 lakh, പ്രിഫറൻസ് 50, ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് 50, 2 lakh ആണ് വരിക. സോ 2 lakh ഡിവൈഡഡ് ബൈ 3 lakhs into 100, 66%. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 100% കിട്ടും.
അതല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ 33.33 ആണെങ്കിൽ പിന്നെ നമ്മൾ പ്രൊപ്രൈറ്ററി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊപ്രൈറ്ററി റേഷ്യോ ഇസിക്കൽ ടു 1 മൈനസ് അല്ലെങ്കിൽ 100 മൈനസ് 33.33 66.66 കിട്ടും. അതല്ലെങ്കിൽ 1 മൈനസ് 0.33 ഇസിക്കൽ ടു 0.66. ഓക്കെ, ദെൻ അടുത്ത റേഷ്യോ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് റേഷ്യോ. ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫിക്സഡ് അസറ്റ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡ് ബൈ അസറ്റിന് പകരം തിരിച്ചിടുക. ഫിക്സഡ് അസറ്റ് മാത്രം കൺസിഡർ ചെയ്യുക, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എടുക്കുക. ഓക്കെ, ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ നെറ്റ് വർത്ത്. ഓക്കെ, താങ്ക് യു.